ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ആ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 86-ാമത്തെ ദിവസം. ശ്രീമന്നാരായണീയം 8-ാമത്തെ ദശകത്തിൽ 11-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്. പതിവ് പോലെ ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് കടന്ന് വീണ്ടും ഒരിക്കൽ കൂടി ശ്ലോകം പാരായണം ചെയ്ത് അതിൻ്റെ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിലുള്ള ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. ഹരേ നാരായണ. തദേദംഭോരുഹ കുട്മളം തേ കളേബരാൽ തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭി സ്വധാമഭിർധ്വാന്തമലം ന്യകൃന്ദൽ. തദേതൽ തത് ഏതൽ അംഭോരുഹ കുട്മളം തേ കളേബരാൽ തോയപഥേ പ്രരൂഢം ബഹി നിരീതം പരിത സ്ഫുരദ്ഭി സ്വധാമഭി ധ്വാന്തം അലം ന്യകൃന്ദൻ എന്നാണ്. തത് ഏതൽ അംഭോരുഹ കുട്മളം. ഇന്നലെ നമ്മൾ 10-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് തതസ്ത്വദീയാദൈനാഭിരന്ദ്രാദുദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം എന്നാണ്. ഗുരുവായൂരപ്പ അവിടുത്തെ നാഭീദ്വാരത്തിൽ നിന്ന്, പൊക്കിൾക്കൊടിയിൽ നിന്ന് ഒരു ദിവ്യ പത്മം, അതിദിവ്യമായൊരു താമരപ്പൂവ് ആവിർഭവിച്ചു എന്ന് പറഞ്ഞു. തത് ഏതത് അംഭോരുഹ കുട്മളം.
ജഗത്തിന്, ഈ ലോകത്തിന് കാരണമായിരിക്കുന്ന ഈ താമരമൊട്ട്, അംഭോരുഹ കുട്മളം, അംഭോരുഹം താമര, ആ താമരമൊട്ട് തേ കളേബരാൽ തോയപഥേ പ്രരൂഢം, അവിടുത്തെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച്, എന്നിട്ടോ ബഹി നിരീതം, വെള്ളത്തിന് വെളിയിലേക്കും ഉയർന്ന്, പരിത സ്ഫുരദ്ഭി, നാലുപാടും പ്രകാശിക്കുന്ന തൻ്റെ ദീപ്തി കൊണ്ട്, ആ വെളിച്ചം കൊണ്ട്, ആ തെളിച്ചം കൊണ്ട്, ധ്വാന്തം അലംന്യകൃന്തൽ, കൂരിരുളിനെ അലംന്യകൃന്തൽ, തീരെ ഇല്ലാതെയാക്കി എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ നാഭീദ്വാരത്തിൽ നിന്ന്, പൊക്കിൾക്കൊടിയിൽ നിന്നുണ്ടായ ആ പത്മം, ആ ദിവ്യപത്മം, ആ ശോഭായമാനമായിരിക്കുന്ന ദിവ്യപത്മം, അതിൻ്റെ വെളിച്ചം കൊണ്ട് ചുറ്റുപാടും ഉള്ള എല്ലാ തരത്തിലുള്ള ഇരുട്ടിനെയും ദൂരീകരിച്ചു എന്ന് പറഞ്ഞാൽ, വെളിച്ചം വന്നാൽ ഇരുട്ട് അപ്രത്യക്ഷമാവുന്നു. അതേപോലെ ഇവിടെ ആ ദിവ്യപത്മത്തിൻ്റെ പ്രകാശം കൊണ്ട് എല്ലാ തരത്തിലുള്ള ഇരുട്ടും അകന്നു എന്ന് പറയുകയാണ്. ഒരിക്കൽ കൂടി ആ ശ്ലോകം നമുക്ക് ചൊല്ലാം. തദേതദംഭോരുഹ കുട്മളം തേ കളേബരാൽ തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭി സ്വധാമഭിർധ്വാന്തമലം ന്യകൃന്തൽ. ഇനി ഇതിൻ്റെ പരിഭാഷയായിട്ടുള്ള ശ്രീഹരിയം നമുക്ക് ചൊല്ലാം. നാരായണ 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 രാധാ ഗോവിന്ദ. ജഗത്കാരണമായുള്ള താമരമൊട്ട വീടുത്തെ ശരീരത്തിൽ നിന്നും മെല്ലെ അങ്കുരിച്ചല്ലോ. തുടർന്നതു ജലത്തിനും പുറത്തേക്കുയരവേ വെളിച്ചമായി കൂരിരുട്ടും ഇല്ലാതെയായി. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണീയമാകുന്ന ഭക്തിസാഗരത്തിൽ മുങ്ങി ശ്രീഹരിയമെന്ന കല്ലു തപ്പിയെടുത്തു. മുത്തും പവിഴവും പോലെ ഭക്തിപൂർവം ഞാനിക്കല്ലും മുരഹരി പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയന്റെ വികൃതിയെ കൃതിയാക്കി മാറ്റുന്നോരാ വികൃതി തൻ വികൃതിക്കായി കാത്തിരിപ്പു ഞാൻ. വികൃതി തൻ വികൃതിക്കായി കാത്തിരിപ്പു ഞാൻ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.